പ്രശാന്ത്, ഇപ്പോൾ അദ്ദേഹം അങ്ങനെ വിട്ടുപറയാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അങ്ങനെ ആരെയും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വിമർശനത്തിന് വഴിവെക്കുന്നില്ല. തങ്ങൾ ഓരോ സംഘടനകളും അതാത് നിലയിൽ അവരുടെ നിലപാടുകൾ അറിയിച്ചു, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ചർച്ചയ്ക്ക് സ്വാഭാവികം നടക്കുന്നതെന്നാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾക്ക് പ്രശാന്തൻ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് എങ്ങനെയാണ് BJP ഈ വിഷയത്തിൽ ഇടപെട്ടത്, അതിനുശേഷം BJPയുടെ സ്റ്റാൻഡ് എങ്ങനെയാണ് അല്പമൊന്ന് മാറ്റം വരുത്തിയതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പുകൾ ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ പ്രതിഫലനമായി വരുന്നത്. ഇപ്പോൾ സഭകളാണ് ഇനി ഇതിൽ പ്രതികരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ സഭകളുടെ വോട്ട് കൃത്യമായി വരിക എന്നത് കൂടിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിലെ ആദ്യ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർണായക പരീക്ഷണ ഘട്ടം വരാനിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഇനി മറ്റ് സജീവ ഇടപെടലുകൾ വേണ്ട എന്നാണോ? ദിവിഷ്, ഇതിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് BJP ഇപ്പോൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിൽ പ്രവർത്തികളിൽ തൃപ്തിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ഈ സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും എല്ലാം തന്നെ, അല്ലെങ്കിൽ RSSന്റെ ചുമതലപ്പെട്ട K. ഗോവിന്ദൻകുട്ടിയെ പോലുള്ളവരെല്ലാം പരസ്യമായി തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പേജിന്റെ കമന്റ്സിലെല്ലാം വന്ന് അവരുടെ അതൃപ്തി പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് S. സുരേഷ് വിശദീകരിച്ചത് അത് ഞാൻ പരിഹരിക്കും, അത് ഞങ്ങൾ പരിഹരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പരിഹാരത്തിന്റെ ഭാഗമായുള്ള ചർച്ചകൾ തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് RSS കാര്യാലയത്തിൽ കണ്ടത്. പിന്നെ RV ബാബു ഇന്നിപ്പോൾ ഒരു കാര്യം വിശദീകരിച്ചു. അതായത് സ്വാഭാവികമായും ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഈ കൂടിക്കാഴ്ചകൾ ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും, അതിന് മറ്റ് നെറേറ്റീവ് എല്ലാം അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയം വളരെ കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സംഘപരിവാർ സംഘടനകൾക്ക് RSSനുള്ള അതൃപ്തി കൃത്യമായി തന്നെ BJP നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും RSSനെ സംബന്ധിച്ച് RSSന്റെ 100ാം വാർഷികമാണ്. ഓരോ സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ പല കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷനുകൾ ഭരണം പിടിക്കണം. ശരിയാണ്. എന്തായാലും BJPയെ സംബന്ധിച്ച് സംഘപരിവാറിൽ ഉണ്ടായ ഒരു ഭിന്ന സ്വരം ഈ ഛത്തീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് BJP കേരള ഘടകം എടുത്ത നിലപാടുകളോട് അത്ര സുഖകരമായ നിലയിലല്ല സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ഒരു നിലപാട് വന്നത്. അതിനോട് ഇത് സാധാരണ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് പ്രതികരണത്തിൽ നിന്ന് ഒഴിയുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അതുകൂടി ഒന്ന് കേൾക്കാം. പൊതുവെ അവർക്കൊരു ആശങ്ക ഹിന്ദു കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളൊക്കെ ഉന്നയിച്ചിരുന്നല്ലോ. പറഞ്ഞ് അവരുടെ ആശങ്കകൾ പരിഹരിച്ചു. റെഗുലർ മീറ്റിംഗ് അല്ലേ, റെഗുലർ മീറ്റിംഗ്. എങ്ങനെ സാർ ഇതിനകത്ത് ഈ ഹിന്ദു ഐക്യവേദിയൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടല്ലോ? അങ്ങനെയൊന്നുമില്ല.